നമസ്കാരം. ലോകത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നാനം. പതിനായിരങ്ങളും ലക്ഷങ്ങളുമല്ല, ഏകദേശം 45 കോടി ജനങ്ങളാണ് 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അതാണ് ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ, അതായത് മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള. ഗംഗാനദിയിലെ വെറും ഒരു പുണ്യക്കുളിയല്ല കുംഭമേള. ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സംഗമ ഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായി വിലയിരുത്തപ്പെടുന്നതും ഈ മഹാമനുഷ്യ സംഗമം തന്നെ. ഒരിക്കൽ കൂടി വിസ്മയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് മഹാകുംഭമേള. ന്യൂസ് ഇൻഡെപ്തിലേക്ക് സ്വാഗതം. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആൾക്കൂട്ടത്തിന്റെ ആഘോഷമാണിത്. നിങ്ങൾക്കിവിടെ അഘോരികളെ കാണാം, നാഗസന്യാസിമാരെ കാണാം, ഭാംഗ ചവച്ച് നടക്കുന്ന നഗ്ന സന്യാസിമാരെ കാണാം, അഖാഡകളിൽ യോഗ ചെയ്യുന്നവരെ കാണാം, ഇന്ത്യൻ ആത്മീയതയെ പഠിക്കാനെത്തിയ വിദേശികളെ കാണാം, ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാഠിയും തെലുങ്കും കന്നഡയും ഉൾപ്പെടെ എല്ലാ ഭാഷകളും സംസാരിക്കുന്നവരെ കാണാം. ഇന്ത്യയുടെ ആത്മാവ് അറിയണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കുംഭമേള കണ്ടിരിക്കണമെന്ന ഖുഷ്വന്ത് സിംഗ് എഴുതിയത് വെറുതെയല്ല. ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് തീർത്ഥാടകർക്കായി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്നത്. 5500 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടന്നു കഴിഞ്ഞു. അവിടെ 2500 കോടി രൂപയാണ് UP സർക്കാർ കുംഭമേളയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. യോഗിയുടെയും മോദിയുടെയും പ്രസ്റ്റീജ് ഇഷ്യൂവാണ് ഈ കുംഭമേള. ഇത്രയും ആളുകൾ കൂടിയിട്ടും വൃത്തിയോടെ മേള നടത്തുമെന്നാണ് സർക്കാരിന്റെ വാഗ്ദാനം. റോബോട്ടും ChatGPTയും ഹൈടെക് നാവിഗേഷനും ഒക്കെയായി AI നിയന്ത്രിത സാങ്കേതിക വിദ്യയോടെയാണ് ഇത്തവണ കുംഭമേള നടക്കുന്നത്. ഒരു ഭാഗത്ത് സർവസംഘ പരിത്യാഗികളായ നഗ്ന സന്യാസിമാർ, മറുഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക തികവിന്റെ പരകൂടി. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഇത്. നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ കുംഭമേള നടക്കുന്നുണ്ട്. വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത പഴയ കാലത്ത് ജ്യോതിശാസ്ത്രത്തെ ആസ്പദമാക്കി ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കിയാണ് ഇത് അക്കാലത്ത് തീർത്ഥാടകർ ഇറങ്ങിയിരുന്നത്. സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്കിടയിലും കുംഭമേള സുഗമമായി നടന്നു. ശാക്യന്മാരും മൗര്യന്മാരും ഗുപ്തന്മാരും മറാഠകളുമെല്ലാം നാടുവാണു മടങ്ങി. തുടർന്ന് അധിനിവേശ ശക്തികളായി ഡൽഹി സുൽത്താൻമാരും മുഗൾ രാജവംശവും എത്തി. ഡച്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ആധിപത്യങ്ങളും വന്നു. ഇക്കാലമെല്ലാം കുംഭമേള ഒരു മഹാപ്രവാഹമായി തുടർന്നു. പല കാലങ്ങളിൽ വിവിധ ഹിന്ദു ആചാര്യന്മാർ പല സംഘങ്ങളെ നയിച്ചു. അഖാഡകൾ അതിൽ വലിയ പങ്ക് വഹിച്ചു. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള, 12 വർഷത്തിലൊരിക്കൽ മഹാകുംഭമേള, 140 വർഷമാകുമ്പോൾ പൂർണ്ണ കുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത്. പാലായ മഥനത്തിന്റെ പുരാണ കഥയുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ഐതിഹ്യം. എക്കാലത്തും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ദേവാസുരന്മാർ അമരത്വം നേടാൻ മോഹവുമായി ഒത്തുചേർന്നു. മരണത്തെ ജയിക്കാനുള്ള അമൃത് നേടുന്നതിനായി പാലാഴി കടഞ്ഞു. ഒടുവിൽ ലഭിച്ച അമൃത കുംഭം കൈക്കലാക്കാനായി തർക്കമായി, യുദ്ധമായി 12 ദിവസം അത് തുടരുകയും ചെയ്തു. അതിനിടെ കുംഭത്തിൽ നിന്ന് 4 തുള്ളികൾ ഭൂമിയിൽ പതിച്ചു. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളായിരുന്നു ആ സ്ഥലങ്ങൾ. അതാണ് വിശ്വാസം. ആ സങ്കല്പത്തിലാണ് ഈ സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നത്. ഇവിടെ കുംഭമേള കാലത്ത് സ്നാനം ചെയ്യുമ്പോൾ അമൃത് ഉള്ളിലെത്തും എന്നാണ് സങ്കല്പം. ഇതിനെല്ലാം പുറമെ നിരവധി പ്രാദേശിക ഐതിഹ്യങ്ങളും കുംഭമേളയുടെ ഭാഗമായി ഉണ്ട്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഗംഗയും യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത്. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ്, അതായത് ഷാഹി സ്നാനം എന്നാണ് അറിയപ്പെടുന്നത്, അതാണ് പ്രധാനം. പ്രയാഗ്രാജിൽ യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം. ജനുവരി 13 പൗഷ് പൗർണിമ, 14 മകർ സംക്രാന്തി, 29 മൗന അമാവാസ്യ, ഫെബ്രുവരി 3 വസന്ത പഞ്ചമി, 4 അചല സപ്തമി, 12 മാഘ പൂർണിമ, 26 മഹാശിവരാത്രി എന്നിങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം. ഈ ദിവസങ്ങളിൽ ഒന്നും പ്രയാഗ്രാജിലേക്ക് അടുക്കാൻ പോലും കഴിയില്ല. 2019 പ്രയാഗ്രാജിൽ നടന്ന അർദ്ധ കുംഭമേളയിൽ 20 കോടിയോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഔദ്യോഗിക കണക്ക്.
അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനത്തിൽ എത്തിയവരുടെ എണ്ണം 5 കോടിയായിരുന്നു. ഉത്തർപ്രദേശിൽ കാശി എന്ന് നമ്മൾ വിളിക്കുന്ന വാരണസിയിൽ നിന്ന് 122 കിലോമീറ്റർ അകലെയാണ് പ്രയാഗ്രാജ്. അലഹബാദ് എന്നായിരുന്നു പഴയ പേര്. ഇവിടെ ഗംഗ യമുന സംഗമ തീരത്താണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ സ്നാനം നടക്കുന്നത്. കേരളത്തിലെ ഒരു ജില്ലയുടെ വിസ്തൃതിയിൽ ഒരു കൃത്രിമ നഗരം താൽക്കാലികമായി ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെയിരിക്കും? പ്രയാഗ്രാജ് കുംഭമേളയുടെ നിർമ്മാണ വൈദഗ്ധ്യം അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കുംഭമേളയ്ക്ക് 6 മാസം മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. മേള നഗരിക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് 30 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയും എന്ന് കണക്കാക്കാം. അതായത് 30 ചതുരശ്ര കിലോമീറ്റർ പരപ്പിൽ ഒരു ടെന്റ് സിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് 6 മാസം കൊണ്ട്. 3 ലക്ഷത്തിൽ പരം ടെന്റുകളാണ് ഈ പൂഴിപ്പരപ്പിൽ കുംഭമേളയ്ക്കായി ഉയരുന്നത്. ഇത് കേരളത്തിലെ ഒരു ജില്ലയുടെ വലിപ്പം വരും. കുംഭമേള കാലത്ത് പ്രയാഗ്രാജിന് ജില്ലാ പദവി കൊടുത്തിരിക്കുകയാണ്. കുംഭമേളയ്ക്ക് മാത്രമായ ഒരു മന്ത്രിയും ഉണ്ട്. ഗംഗാ യമുന മണൽപ്പരപ്പിൽ താൽക്കാലിക ടെന്റുകൾക്കായി 1000 കിലോമീറ്ററോളമാണ് ഇലക്ട്രിക് ലൈൻ വലിച്ചത്. അത്ര തന്നെ വെള്ളത്തിനായുള്ള പൈപ്പ് ലൈനും ഇടുന്നുണ്ട്. ഏതാണ്ട് അത്രയും നീളത്തിൽ സീവേജ് ലൈനും. കുംഭമേളയ്ക്കായി മാത്രം 500 കിലോമീറ്റർ റോഡും നിർമ്മിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം വരുന്ന ഗവൺമെന്റ് ജീവനക്കാരുടെ രാവും പകലുമില്ലാത്ത 6 മാസത്തെ കഠിനാധ്വാനമാണ് കുംഭമേളയ്ക്ക് പിന്നിലുള്ളത്. 20ഓളം എണ്ണം വരുന്ന പാണ്ടൂൺ പാലങ്ങൾ താൽക്കാലികമായി നഗരിയിൽ ഉയരും. 2 ലക്ഷത്തിലധികം താൽക്കാലിക ഇലക്ട്രിക് കണക്ഷനുകൾ നൽകുന്നുണ്ട്. മേള നഗരിയെ 14 സെക്ടറാക്കി തിരിച്ച് ഓരോ സെക്ടറിനും പ്രത്യേകം പോലീസ് സ്റ്റേഷനും പ്രത്യേക ഫയർ സ്റ്റേഷനും പ്രത്യേക പോസ്റ്റ് ഓഫീസും പ്രത്യേക ആശുപത്രിയും നിർമ്മിക്കുന്നു. 2 ലക്ഷത്തിലധികം താൽക്കാലിക റേഷൻ കാർഡുകൾ മേളക്കാലത്ത് വിതരണം ചെയ്യുന്നു. എന്നും 2 കോടിയിലധികം ആൾക്കാർ ഇവിടെ തമ്പടിക്കും. കൂടാതെ എന്നും കോടിക്കണക്കിന് ആൾക്കാർ വന്നും പോയും ഇരിക്കും. എന്നിട്ടും മാലിന്യം എന്ന പ്രശ്നം മേള നഗരിയിൽ എങ്ങും ഉണ്ടാകില്ല. പരാതികൾക്കിടയില്ലാത്ത വിധം സ്വാസ്ഥ്യ വിഭാഗം എന്ന സർക്കാർ സംവിധാനം രാപ്പകൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. 30,000-ഓളം പോലീസുകാരെ കൂടാതെ അർദ്ധ സൈനിക വിഭാഗങ്ങളും നഗരിയിൽ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്നുണ്ട്. 15,000-ഓളം സ്പെഷ്യൽ ട്രെയിനുകൾ കുംഭമേളയിലേക്ക് റെയിൽവേ ഒരുക്കുന്നു. കഴിഞ്ഞ തവണത്തെ കുംഭമേളയ്ക്ക് സ്പെഷ്യൽ ബസ്സുകൾ ഓടിയത് ഗിന്നസ് റെക്കോർഡായിരുന്നു. അതായത് ആള് നിറഞ്ഞാൽ പോകുന്ന ബസ്സുകൾ തുടരെ ഓടിയപ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ കോൺവോയ് ബസ് സർവീസായി മാറി. അങ്ങനെയൊക്കെ ആണെങ്കിലും കുംഭമേളയുടെ വന്യമായ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ സ്നാനത്തിനെത്തുന്ന അഘോരികൾ, നാഗസന്യാസിമാർ എന്ന് പറയുന്നതാണ്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നതും ഹിമാലയത്തിൽ നിന്ന് വരുന്ന കുംഭമേള കാലത്ത് മാത്രം പുറത്തിറങ്ങുന്നുവെന്ന് പറയുന്ന ഈ സന്യാസിമാരെ കാണാനാണ്. ഇവരിൽ ഭാംഗും കഞ്ചാവും പുകയ്ക്കുന്നവർ ഉണ്ടാകും. ഭസ്മം കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്നവരുണ്ടാകും. അഘോരികളുടേത് വളരെ പഴക്കമുള്ള ശൈവ സമ്പ്രദായ ശാഖയാണ്. യാഥാസ്ഥിതിക സനാതന രീതികളിൽ നിന്നും ഇക്കൂട്ടർ വളരെ വ്യത്യസ്തമാണ്. ഹരിദ്വാർ, ഋഷികേശ്, കാശി തുടങ്ങിയവിടങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാനാകുന്ന ഒരു സന്യാസി സമൂഹമാണ് ഇവർ. നാഗസന്യാസികൾക്കൊപ്പം ചേർന്ന് ഹിമാലയത്തിന്റെ അതിർത്തി ശത്രുക്കളിൽ നിന്ന് കാത്ത ഫൈറ്റർ ഗ്രൂപ്പായും ഇവരെ വിലയിരുത്താറുണ്ട്. ഈ സന്യാസ സമ്പ്രദായത്തിന് 5000 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നും പറയുന്നുണ്ട്. മറ്റ് സന്യാസ സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് ഈ മാർഗം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണെന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. സാധാരണ മനുഷ്യന് അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും ഇടപഴകുന്നവരാണിവർ. ശവത്തിൽ പോലും ഉപാസന നടത്തുന്ന, ചുടലഭസ്മം പൂശി ജീവിക്കുന്നവർ. എരിയുന്ന തീയിൽ കൂടി നടക്കുക, ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക, തൃശൂലത്താൽ ആങ്ങി കുത്തിയാലും രക്തം വരാതിരിക്കുക തുടങ്ങിയ വിദ്യകൾ അഘോരികൾക്ക് അറിയാം എന്നാണ് പ്രചാരണം. പക്ഷെ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അഘോരികൾ ഭാവി പ്രവചിക്കാറും ആരെയും അനുഗ്രഹിക്കാറുമില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഈ സന്യാസികളുടെ പേരിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. കുംഭമേളയിൽ വന്ന് പണം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം സന്യാസിമാരും തട്ടിപ്പുകാരാണെന്ന് സൗമിത്രി ചാറ്റർജിയെ പോലുള്ള ഇത് സംബന്ധിച്ച് പഠിച്ച എഴുത്തുകാർ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ അഘോരികൾ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കില്ല. അതുപോലെ അഘോരികൾ ശവം തിന്നുമെന്നതും വെറും കെട്ടുകഥയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ചവർ പറയുന്നത്. ഒരു ഭാഗത്ത് പ്രാകൃതമെന്ന വിമർശകർ പറയുന്ന വസ്ത്രം പോലും ഇല്ലാത്ത ആത്മീയതയുടെ വക്താക്കളെയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ മറുഭാഗത്ത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആഘോഷ പരിപാടികൾ കൂടിയാണ് കുംഭമേളയായിട്ട് കണക്കാക്കുന്നത്. ഇത്തവണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മേളയ്ക്കായി ഉണ്ട്. 11 ഇന്ത്യൻ ഭാഷകളിൽ ആശയവിനിമയം നടത്താൻ പ്രാപ്തമായ AI ചാറ്റ് ബോട്ടുകളുടെ സേവനം കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
പ്രയാഗ്രാജിലും സമീപ പ്രദേശങ്ങളിലുമായി എത്തുന്ന കോടിക്കണക്കിന് തീർത്ഥാടകർക്ക് ഒരു ഡിജിറ്റൽ കൂട്ടാളി എന്ന പോലെ ചാറ്റ് ബോട്ടുകൾ പ്രവർത്തിക്കും. ചാറ്റ് ബോട്ടുമായി വിവിധ തരത്തിൽ സംസാരിക്കാൻ കഴിയും. വോയിസ് മെസ്സേജ് രൂപേണ, ടെക്സ്റ്റ് മെസ്സേജ് രൂപേണയുമൊക്കെ ഇത് സാധ്യമാകും. ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് വോയിസ് മെസ്സേജിംഗ് സംവിധാനം സഹായകരമാകും. ഗൂഗിൾ മാപ്പുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ തന്നെ പ്രധാന സ്പോട്ടുകളെ കുറിച്ച് വിവരം ഇതിൽ നിന്ന് കിട്ടും. ഹോം സ്റ്റേ, ലോക്കൽ അക്കോമഡേഷൻ, ടൂർ പാക്കേജുകളെല്ലാം ചാറ്റ് ബോട്ട് പറഞ്ഞു തരും. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി 5500 കോടി രൂപയുടെ വികസനമാണ് പ്രയാഗ്രാജിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിന് പുറമെ 2100 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരവും നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം 10,000-ഓളം കോടി രൂപ രാജ്യം ഇവിടെ ചെലവിടുന്നുണ്ട് എന്ന് ചുരുക്കം. പക്ഷേ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് തിരിച്ചു കിട്ടുന്നത് എന്ന് ഓർക്കണം. 45 കോടി ജനങ്ങൾ മിനിമം 1000 രൂപ വെച്ച് ഇവിടെ ചെലവിട്ടാൽ കിട്ടുന്ന വരുമാനം ഓർക്കുക. പിന്നെ ആയിരക്കണക്കിന് വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ആശ്രമങ്ങൾക്ക് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലവും കറണ്ട് കണക്ഷനും വാട്ടർ കണക്ഷനും ഒരു സ്വിസ് കോട്ടേജ് ടെന്റും റേഷൻ കാർഡും 2 ടോയ്ലറ്റും ഒക്കെ സൗജന്യമായാണ് സർക്കാർ നൽകുന്നത്. എന്നാൽ ബാക്കിയുള്ളവർക്ക് വാടകയുണ്ട്. ഹോട്ടൽ ട്രാവൽസ് മേഖലയിൽ 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് മേള സൃഷ്ടിക്കുന്നത്. ഹോട്ടലുകൾക്കുള്ള സ്ഥലങ്ങളെല്ലാം ലേലത്തിലാണ് തീരുമാനിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ വരുമാനമായി കിട്ടുന്നത്. IRTCയുടെ ഒരു ടെന്റിന് അവർ ഈടാക്കുന്നത് 6000 രൂപയാണ്. 20,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ആഡംബര ടെന്റുകൾ വരെ ഗംഗാ യമുന തടങ്ങളിലുണ്ട്. ഇതിലൂടെയൊക്കെ കോടികളുടെ നികുതി വരുമാനം സർക്കാരിനും ലഭിക്കുന്നുണ്ട്. പക്ഷേ വെറും 250 രൂപ മാത്രം ഈടാക്കുന്ന ടെന്റുകളും ഉണ്ട്. പല അഖാഡകളും ഭക്തർക്ക് സൗജന്യമായി ഭക്ഷണവും താമസവും നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശരിക്കും കോടികളുടെ കച്ചവടം തന്നെയാണ് കുംഭമേളയിലൂടെ നടക്കുന്നത്. പഴുതടച്ച സുരക്ഷയാണ് ഉത്തർപ്രദേശ് ഭരണകൂടം ഒരുക്കുന്നത്. വെള്ളത്തിനടിയിലും ആകാശത്തും ഒരുപോലെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 100 മീറ്റർ വെള്ളത്തിനടിയിലും 120 മീറ്റർ ഉയരത്തിലും നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകളാകും വിന്യസിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിച്ചിരുന്നു. മഹാകുംഭമേളയിലും ഇത് വിന്യസിക്കും. കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നവയാണ് അണ്ടർ വാട്ടർ ഡ്രോൺ. സ്നാനത്തിനായി ഇറങ്ങുന്ന വിശ്വാസികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ സംവിധാനം സജ്ജമാകുന്നത് എന്ന് അധികൃതർ പറയുന്നുണ്ട്. 100 മീറ്റർ ആഴത്തിൽ വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാനാകും. വെല്ലുവിളി നിറഞ്ഞ ഘട്ടങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഇവയ്ക്ക് സാധിക്കും. ജലനിരപ്പിൽ നിരീക്ഷണം നടത്താനായി 700-ലധികം ബോട്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ബോയികളെയും വിന്യസിക്കുന്നുണ്ട്. ഡ്രോണുകൾക്ക് പുറമെ AI ക്യാമറകളും ഉണ്ടാകും. തിരക്ക് നിയന്ത്രിക്കുന്നതിലും ആളുകളുടെ എണ്ണം കൃത്യമായി അറിയാനും ഇത് സഹായിക്കും. ഇതിനെല്ലാം പുറമെ പോലീസിന്റെയും NDRFന്റെയും SDRFന്റെയും ഒക്കെ കനത്ത സുരക്ഷയും മേളയ്ക്കുണ്ടാകും. നേരത്തെ ഒരു റഷ്യൻ പൗരൻ കുംഭമേളയിൽ സ്ഫോടനം നടത്തുമെന്ന് പറഞ്ഞതും വാർത്തയായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.